ഞാൻ ജ്യോതി സത്യൻ, അസ്ട്രോളജറാണ്. നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്ന വിഷയം പിതൃബലിയെക്കുറിച്ചും പിതൃശാപം, അത് പിതൃബലി എങ്ങനെയാണ് പ്രാധാന്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് പിതൃശാപം നമ്മളെ വേട്ടയാടും. പലപ്പോഴും അത് നമ്മുടെ ഗ്രഹനിലയിൽ നോക്കുമ്പോൾ തന്നെ പല ആംഗിളുകളിലും ഈ ചന്ദ്രനും ശനിയും കൂടി നിൽക്കുക, അത് 4-ൽ നിൽക്കുക, 9-ൽ നിൽക്കുക, 5-ൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പിതൃകടമുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ ചില ഗ്രഹങ്ങളുടെ സംയോഗങ്ങൾ നോക്കുമ്പോൾ തന്നെ ഗ്രഹനിലയിൽ നമുക്ക് പിതൃശാപം കണ്ടാൽ തീർച്ചയായിട്ടും പിതൃ തർപ്പണം ചെയ്ത് പിതൃശാന്തി നടത്തി അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. അത് അത്യാവശ്യമാണ്. കാരണം പിതൃശാപമുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളെയും സന്താനങ്ങളുടെയും കുടുംബപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും നമ്മുടെ സമാധാനത്തിനും അത് വളരെയേറെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കുകയും എത്ര ശ്രമിച്ചാലും നമുക്ക് പല കാര്യങ്ങളിലും വിജയം കണ്ടെത്താതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ പിതൃകടം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. മരിച്ചുപോയവർ മരിച്ചുപോയി എന്ന് വിചാരിക്കാതെ അവരുടെ പിന്തുടർന്ന് നമ്മൾ ഉണ്ട്. അവരുടെ അനുഗ്രഹാശിസുകൾ നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കർക്കടക വാവാണ്, ദക്ഷിണായനത്തിന്റെ ഇതിൽ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ദക്ഷിണായനത്തിലെ അമാവാസി ദിവസമാണ് നമ്മൾ പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ വളരെയധികം യൂസ് ചെയ്യണം. കാരണം നമുക്കുണ്ടാകുന്ന ഓരോ ഒബ്സ്റ്റക്കിൾസും നമുക്ക് അവരുടെ പിതൃക്കളുടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹാശിസുകളിലൂടെ നമുക്ക് ഓരോ വിജയങ്ങളും ഓരോ വിജയത്തിന്റെ പടവുകളും കയറി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ, അവരുടെ അനുഗ്രഹാശിസുകൾ കിട്ടാൻ നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു കർമ്മമാണ് പിതൃതർപ്പണം. അത് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലാണ് അതിന് പ്രാധാന്യമേറുന്നത്. അല്ലാതെ തന്നെയും അമാവാസി ദിവസങ്ങളിൽ നമുക്കിടാം. എന്നാലും പിതൃക്കൾക്കായിട്ടുള്ള ദിവസം എന്ന് കൽപ്പിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ദക്ഷിണായനമാകുമ്പോൾ സൂര്യന്റെ ശക്തി കുറഞ്ഞു, ഇങ്ങനെ പിതൃക്കൾക്കായിട്ടുള്ള സമയമാണ്. ആ എനർജിയാണ് കൂടുതൽ. ദേവന്മാർക്ക് ഉറങ്ങുന്ന സമയം എന്നാണ് നമ്മൾ ദക്ഷിണായനത്തിനെ പറയുന്നത്. അപ്പൊ പിതൃക്കന്മാർക്കായിട്ടുള്ള അവരുടെ എനർജി ഭൂമിയിലേക്ക് വരികയും ആ സമയത്ത് നമ്മൾ അവർക്കായിട്ട് ചെയ്യുന്ന തർപ്പണങ്ങൾക്ക് അതിപ്രാധാന്യമുണ്ട്. അവരത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്ന് തന്നെയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട 5 മഹായജ്ഞങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പിതൃയജ്ഞം എന്ന് പറയുന്നത്. പിതൃയജ്ഞം എന്ന് പറയുമ്പോൾ അത് മരിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒന്നാണെന്ന് ആരും കരുതണ്ട. പിതൃയജ്ഞം ആരംഭിക്കുന്നത് നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ മുത്തശ്ശിയെ മുത്തശ്ശനെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള സന്തോഷവും സമാധാനവും സാന്ത്വനവും എല്ലാം അവർക്ക് കൊടുത്തതിന് ശേഷം, അവർ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവിന്റെ നല്ല ഗതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു രീതി ആണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതായത് എല്ലാം സോള് മരിച്ചു കഴിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി തീരുന്നില്ല. അയാളോട് നമുക്ക് ചെയ്യാനുള്ള ആ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ഒരു കടമ അത് വീണ്ടും പിന്തുടരുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വാവുബലി. തീർച്ചയായിട്ടും നമ്മളത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളുടെ കുട്ടികളെയും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ പിതാമഹന്മാരെ അല്ലെങ്കിൽ പൂർവികരായ ആൾക്കാരെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് ഇളം തലമുറക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇളം തലമുറക്കാർ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ക്രിയകളിലൂടെ നമ്മൾ അച്ഛൻ ഒരിക്കലും കാണാത്ത തൻ്റെ മുത്തച്ഛന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ അതിനേരത്തെ എഴുന്നേറ്റ് തലേ ദിവസം തന്നെ വ്രതങ്ങൾ ആരംഭിച്ച് സാത്വികമായ ഭക്ഷണങ്ങൾ കഴിച്ച് ഉപവാസം ഇരുന്ന് പിറ്റേ ദിവസം വന്ന് ഇത് വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠാനത്തോടെ ചെയ്യുന്ന ഒരു ക്രിയ ഇളം തലമുറക്കാർക്കും ഒരു വഴികാട്ടിയാവും. തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്കും ഈ ഒരു രീതികൾ, ഈ ഒരു തപസ്യ പോലെ ഇത് കൈമാറിപ്പോയാൽ അത് നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല പിന്നീട് വരുന്ന തലമുറയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അതിന്റെ വളരെ പ്രധാനമായ ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അവരെ നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആ അർപ്പണബോധം, അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ പിതൃക്കളായിട്ട് ഉള്ള ആൾക്കാർ, പിതാവ്, അതുപോലെ പിതാമഹൻ, ഇങ്ങനെയുള്ള ഒരുപാട് 7 തലമുറയിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന തർപ്പണമാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിതാവിന് മാത്രമായിട്ട് ചെയ്യാം. നമ്മുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിതാവിന് മാത്രമായിട്ട് ചെയ്യാം. അല്ല നമ്മൾക്ക് ഒരുപാട് ശൃംഖലകളുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിട്ടും അങ്ങനെയും ചെയ്യാം. ഇല്ല പേരെടുത്ത് പറയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഇത് രണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾക്ക് മരിച്ചുപോയി എന്ന് മരിക്കുന്നതിന് മുൻപ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ പിതാവിനോടോ അല്ലെങ്കിൽ അതിനു മുന്നേയുള്ള ഒരു തലമുറയോടോ നീതി പാലിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പൊ ആ ഗിൽറ്റി ഫീലിംഗ് പോലും നമുക്ക് ഈ തർപ്പണത്തിലൂടെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അർപ്പിച്ചു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ മറന്നുപോയ ചില കടങ്ങൾ ഇതോടെ തീർത്തു തരണേ, അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് വളരെയധികം ദുഃഖത്തോടെ അല്ലെങ്കിൽ വളരെയധികം വളരെയധികം ഒരു താപത്തോടെ മനസ്സിന് ചെയ്യാൻ പറ്റാത്ത കടങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ ചെയ്ത് തീർക്കാൻ ഇനിയും ആവില്ലല്ലോ, അവരില്ലല്ലോ, എന്നാൽ പോലും അവരുടെ ആത്മാവിനോട് സംവദിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായി നമുക്ക് ഈ പിതൃതർപ്പണം ചെയ്യുന്ന ഈ അമാവാസി ദിവസം നമ്മുടെ കർക്കിടക വാവുബലി അതിനായി നമുക്ക് മാറ്റിവെക്കാം. മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും ഈ ബലിക്ക് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എള്ള്, അതുപോലെ അരി, അതുപോലെ ദർഭ, ഇതെല്ലാം വെച്ച് നമ്മൾ ശരിക്കും പിതൃ കണക്ഷനുമായിട്ട് ആ ഒരു കണക്ഷൻ ദർഭ ഒരു ആന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദർഭ ഇടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യുന്നു, നമ്മളുടെ പോസിറ്റീവ് ഓറ ഉണ്ടാകുന്നു, അതുപോലെ ഒരു കണക്ഷൻ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മുടെ സനാതനധർമ്മം പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ധർമ്മത്തിലുള്ളത്. അപ്പൊ അതിൻ്റെതായ മരിച്ചുപോയവർ മരിച്ചു അല്ലെങ്കിൽ അതിന് വേണ്ട എന്ന് പറയുമ്പോഴും നമ്മൾ ഗ്രഹനില വിടർത്തി വെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ്. പലരും നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രയത്നങ്ങൾ നന്നായി ചെയ്തു, ഞാൻ നന്നായി പഠിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു, നന്നായി സ്പിരിച്വലി പ്രാർത്ഥിക്കുന്നു, ഞാൻ എല്ലാം വേണ്ട വിധത്തിൽ ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് വിജയം ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകുന്നു, കയ്യിൽ നിന്ന് പോകുന്നു, എൻ്റെ മക്കൾക്ക് രോഗങ്ങൾ വരുന്നു, കടങ്ങൾ വരുന്നു, കുട്ടികൾ ഉണ്ടാകുന്നില്ല, പരമ്പരകൾ നിന്നു പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിതിന് പരിഹാരം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പിന്നീട് സന്തോഷത്തോടു കൂടി ഒക്കെ എല്ലാം ശരിയായി തുടങ്ങി എന്ന് പറയുന്നത് എവിടെയാണ്. അപ്പൊ നമുക്കും അറിയാത്ത, നമ്മൾക്ക് ബുദ്ധി കൊണ്ടല്ല, നമ്മൾ ഹൃദയം കൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെയൊക്കെ സമീപിക്കേണ്ടത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കാണാൻ, ഇതിന് പ്രായോഗിക വശങ്ങളിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് യൂസ്ലെസ് ആണെന്ന് പലപ്പോഴും തോന്നാം. എന്നാലും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഹൃദയമാണ് അവിടെ. നമ്മുടെ മനസ്സും അവരുടെ മനസ്സും ആ രണ്ട് കണക്ഷൻസ് ആണ്, ഒരു സോളും, നമ്മുടെ സോളും ആ സോളും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിനായിട്ടുള്ള ഒരു ക്രിയ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവാച്യമായ സമാധാനവും സന്തോഷവും ആണെങ്കിൽ അതെന്തിനു നമ്മൾ വെറുതെ പാഴാക്കുന്നു? ഇതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. വീണ്ടും നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരാം.